السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل محمد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 9 അൽ ഫസ്ലുൽ അവ്വൽ. അദത്ക ഹാലിയ ലാ സിദ്ദി ബി മുസ്തതിരിൻ അനിൽ ഉസാതി വലാ ദാഇ ബി മുൻഹസിമി محضتني النصح لكن لست أسمعه إن المحب عن العذال في صمم عدتك حالي എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. ലാ സിദ്ദി ബി മുസ്തതിരിൻ എൻ്റെ രഹസ്യം മറഞ്ഞതല്ല. അനിൽ ഉഷാത്തി ഏഷണിക്കാരെ തൊട്ട് അത് മറഞ്ഞ കാര്യമല്ല. വലാദായി എൻ്റെ രോഗം ബി മുൻഹസിമി അതെങ്ങാനും ഭേദപ്പെട്ടിട്ടുമില്ല, രോഗം സുഖപ്പെട്ടിട്ടുമില്ല. ഇതാണ് എൻ്റെ അവസ്ഥയുള്ളത്. മഹൽതനിയൻ നുസ്ഹ ലാകിൻ ലസ്തു അസ്മഉഹു. മഹൽതനിയൻ നുസ്ഹ എന്നോട് നിങ്ങൾ ആത്മാർത്ഥതയുള്ള ഉപദേശമാണ് നൽകിയത്. എനിക്ക് നിങ്ങൾ ആത്മാർത്ഥതയോടെ തനിപ്പിച്ചിരിക്കുന്നു അന്നസ്ഹ ഉപദേശത്തെ, ഗുണകാംക്ഷയെ. പക്ഷേ ലാക്കിൻ ലസ്തു അസ്മഉഹു ഞാൻ പക്ഷെ അത് സ്വീകരിക്കുകയില്ല. എനിക്കത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഇന്നൽ മുഹിബ്ബ നിശ്ചയം ഒരു മുഹിബ്, ഒരു അനുരാഗി, അനിൽ ഉദ്ദാലി അവൻ തന്നെ ആക്ഷേപിക്കുന്നവരെ തൊട്ട് ഫി സമമിൻ ബധിരതയിലാണ്. ആക്ഷേപിക്കുന്നവരോട് മറുപടി പറയാറില്ല. ഇതാണ് ഒരു അനുരാഗിയുടെ അവസ്ഥയുള്ളത്. അപ്പോൾ ആക്ഷേപിക്കുന്ന വ്യക്തിയോട് പറയാണ്, നീ എന്നോട് നടത്തുന്ന ഉപദേശത്തെ നിഷ്കളങ്കമായിട്ടു തന്നെയാണ്, അതിൽ യാതൊരുവിധ ദുരുദ്ദേശവുമില്ല. കാരണം റസൂലുള്ളാഹിനോടുള്ള പ്രേമത്തിൻ്റെ പേരിലാണല്ലോ ആക്ഷേപിച്ചു എന്ന് പറയുന്നത്. ആ ആക്ഷേപിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ എനിക്ക് നൽകുന്ന ഉപദേശം നിഷ്കളങ്കമായ നല്ല ഉപദേശമാണെങ്കിലും പക്ഷേ ഞാനത് സ്വീകരിക്കുകയില്ല. ഒരു സ്വീകാര്യതൻ്റെ സ്വീകരിക്കൽ ഇല്ല. അതിൻ്റെ കാരണം ഇന്നൽ മുഹിബ്ബ ഒരു അനുരാഗി, ആഷിഖ്, അനിൽ ഉദ്ദാലി തന്നെ ആക്ഷേപിക്കുന്നവരെ തൊട്ട് ഫീ സമമി അവൻ ഭദ്രതയിലാണ്, അവൻ കേൾക്കൂലത്. യാ ലായിമി എന്ന് പറയുന്നിടത്ത് യാ ഹർഫു നിദാ ആണ്. ലായിമി എന്ന് പറഞ്ഞാൽ ആദിലി, എന്നെ ആക്ഷേപിക്കുന്നവനെ എന്നർത്ഥം. ലായിമ് എന്നുള്ളത് മുനാദ മുളാഫാണ്. ഇലാ യാ ഇൽ മുത്തക്കല്ലിമ്, മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട മുനാദ മുളാഫാണ്. മുനാദ മുളാഫിന് നസ്ബാണ്. മൻസൂബും ബി ഫതഹത്തിൻ മുഖദ്ദറത്തിൻ അലൽ മീമി. ലായിമി എന്ന് പറഞ്ഞിട്ടുള്ള മീമിൻ്റെ മേൽ സങ്കല്പിക്കപ്പെട്ട ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ഫിൽ ഹവ എന്ന് പറയുന്നത് ജാറു മജ്റൂർ മുതഅല്ലിഖുൻ ബി ലായിമി എന്നാണ്, ലായിമിനോടാണ് ബന്ധിച്ചിട്ടുള്ളത്. അൽ ഉദ്രി എന്നുള്ളത് ബിദാലിൽ മുഅ്ജമത്തി പുള്ളിയുള്ള ദാല് കൊണ്ടാണ് അവിടെ നഅത്തുൽ ഹവ, ഹവക്ക് സിഫത്ത. എങ്ങനെയുള്ള ഇഷ്ടമാണ്, പ്രേമമാണ് അൽ ഉദ്രി, ഉദുറ് കൊള്ള ഉദ്രി എന്ന് പറയുന്ന ബനി ഉദറത്ത് എന്ന ആ കബിലയിലേക്ക് ചേർത്തപ്പെട്ട പ്രേമം. മഅദിറത്തൻ എന്നുള്ളത് ബി നസ്ബി, നസ്ബ് കൊണ്ടാണ്, ബി ഫിഇലിൻ മഹദൂഫിൻ കളയപ്പെട്ട ഒരു ഫിഇൽ കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണത്. തഖ്ദീറുഹു അഅ്തദിറു, അഅ്തദിറു എന്നാണ്. അപ്പോൾ ഞാൻ
ഒരു ഉദുർ ബോധിപ്പിക്കുന്ന ഒരു ഉദുർ ബോധിപ്പിക്കൽ. ഇനി ഔ അഖൂലൂന്ന് സങ്കല്പിക്ക. ഈ മഅ്ദിറത്ത് കൊണ്ട് ഉദ്ദേശം അൽ കലാമല്ലദി യുഅ്തദറു ബിഹി, ഉദുർ ബോധിപ്പിക്കപ്പെടുന്ന കലാമാണ് മഅ്ദിറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നിന്നോട് ഉദുർ ബോധിപ്പിക്കാനുള്ള വാക്ക് ഞാൻ പറയുന്നു. അപ്പൊ ഒന്നുകിലെ ഇഖ്ബൽ ഔ ഖുദ് മഅ്ദിറത്തൻ, അങ്ങനെയും സങ്കല്പിച്ചിട്ടുണ്ട്. നീ സ്വീകരിക്കണം, അതല്ലെങ്കിൽ നീ പിടിക്കണം മഅ്ദിറത്തൻ, എൻ്റെ കാരണത്തെ, എൻ്റെ കാരണം ബോധിപ്പിക്കലിനെ. ഫഹിയ ഫി മഅനൽ ജുംലത്തി, ഒരു ജുംലന്റെ മഅനയിലാണ് അപ്പോൾ മഅ്ദിറത്ത് എന്നുള്ളത്. മിന്നി ഇലൈക എന്ന് പറഞ്ഞത് രണ്ടും മുതഅല്ലിഖാൻ ബി മഅ്ദിറത്തൻ, മഅ്ദിറത്തിനോട് മുതഅല്ലിഖ. മിന്നി എന്നുള്ള മിന്നും ഇലൈക എന്ന ഇലയും ബന്ധിച്ചിരിക്കുന്നത് മഅ്ദിറത്തിനോടാണ്. വലോ അൻസഫ്ത ലം തലുമി, വലോ എന്നുള്ളത് ഹർഫു ഷർത്താണ്. അൻസഫ്ത എന്നുള്ളത് ബി ഫതൈ തായി ഫീലു ഷർത്തി, മഷ്റൂത്തിന്റെ ഫീല. ലം തലും, ലം ജാസിമാണ്. തലും എന്നുള്ളത് തായിന് ഫതഹാണ്, ലാമിന് ദമ്മുമാണ്, ഷർത്തിന്റെ ജവാബാണ്. ലം തലുമി. ഇത് ബാജൂരിയുടെ ഹാമിഷിലുള്ള ബുർദയുടെ ഷറഹിന്റെ ഷറഹു ഷെയ്ഖ് ഖാലിദുൽ അസ്ഹരി എന്നതിൻ്റെ 9-ാമത്തെ പേജിലാണ് ഈ തർക്കീബ്. അതുപോലെ അദ്ദുഹുർ വൽ ഉദ്ദയിലും തർക്കീബിന്റെ ഏകദേശ രൂപങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽ ഉംദ, അതിലും ഈ തർക്കീബ് ഏകദേശം പറഞ്ഞിട്ടുണ്ട്. യാലായിമി എന്നുള്ളതിൻ്റെ അവിടെ ലമ്മ അഖറൽ മസ്ഊലു ബിൽ ഹുബ്ബി, ഇവിടെ ഈ ചോദിക്കപ്പെട്ട വ്യക്തി അനുരാഗിയാണല്ലോ മസ്ഊൽ, അവൻ സമ്മതിച്ചു ബിൽ ഹുബ്ബി, തനിക്ക് സ്നേഹമുണ്ട്, ജിറാന് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അഥവാ റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ മസ്ഊൽ സമ്മതിച്ചപ്പോൾ ലാമഹു സായിലു ഫിഹി, ആ ഹുബ്ബിന്റെ വിഷയത്തിൽ ഈ ചോദിച്ച വ്യക്തി അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ഫറജഅൽ മസ്ഊലു, ഇത് കേട്ടപ്പോൾ, ഈ ആക്ഷേപം കേട്ടപ്പോൾ മസ്ഊല് മടങ്ങി, ചോദിക്കപ്പെട്ട ആ ആശിക്ക് മടങ്ങി, അലസായിലി, ചോദിച്ച വ്യക്തിയുടെ മേൽ മടങ്ങി, യുവബ്ബിഹുഹു ഫീ ലൗമിഹി അലൈഹി ഫീഹി, ഈ ഹുബ്ബിന്റെ വിഷയത്തിൽ ഇവന്റെ മേൽ ഇവൻ ആക്ഷേപിക്കുന്നതിൽ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മടങ്ങിയത്. എന്നിട്ടാണ് പറഞ്ഞത് ഫഖാല യാ ലായിമി, അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാ പറഞ്ഞത് യാ ലായിമി ഫിൽ ഹവാ, പ്രേമത്തിന്റെ വിഷയത്തിൽ ആക്ഷേപിക്കുന്ന മനുഷ്യ. ബാജൂരി പേജ് 8. യാ ലായിമി എന്നുള്ള യാ നിദായിന്റെ ഹർഫാണെന്ന് പറഞ്ഞല്ലോ, അത് ബഈദിനെ നിദാ ചെയ്യാനുള്ള ഹർഫാണില്ല യാ എന്നുള്ളത്. വിദൂരതയിലുള്ള ഒരാളെ വിളിക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷരമാണ് യാ. ലായിമി എന്നുള്ളത് ലൗമിൽ നിന്ന് പോകുന്നതാണ്. വഇന്നമാ നാദാഹു നിദാ അൽ ബഈദി മഅ ഖുർബിഹി, ഇവിടെ ഈ ആക്ഷേപിക്കുന്നവൻ അടുത്തുണ്ടായിട്ടും അവനെ വിദൂരതയിലുള്ള ഒരാളെ നിദാ ചെയ്യുന്ന നിദാ ആണ് ഇവിടെ നടത്തിയത്. മഅൽ ഖുർബിഹി ബി ഹസ്ബിൽ മസാഫത്തി, ദൂരം നോക്കുമ്പോൾ ഇവൻ വളരെ അടുത്താണ് ഈ ആക്ഷേപിക്കുന്നവനുള്ളത്, എങ്കിലും അവനോട് വിദൂരതയിലുള്ള ഒരാളെ നിദാ ചെയ്യുന്ന നിദാ ആണ് നടത്തിയത്. അത് തബഈദൻ ലഹു അൻ സാഹത്തിൽ ഹുദൂരി, ഇവിടെ ഹാദറായിട്ടുണ്ട് എന്നതിനെ തൊട്ട് അവൻ അകലെയാക്കുകയാണ്. ഈ ആക്ഷേപിക്കുന്ന മനുഷ്യൻ നീ ഇവിടെ ഒന്നല്ല, നീ എവിടെയോ ആണ് എന്ന രീതിയിലാണ് അവന് നിദാ ചെയ്യുന്നത്. ഫിൽ ഹവ എന്ന് പറഞ്ഞാൽ അൽ ഹുബ്ബിൽ മുഫിരിത്തി, അമിതമായ സ്നേഹം.
അല്ലെങ്കിൽ അമിതമായ സ്നേഹത്തിൻ്റെ മേൽ ആക്ഷേപിക്കുന്ന മനുഷ്യ. എങ്ങനെയുള്ള അമിതമായ സ്നേഹമാണ്? അൽ ഉദ്രി. ഉദ്രി എന്ന് പറഞ്ഞാൽ അൽ മൻസൂബി ഇല ബനി ഉസ്റത്ത. ബനി ഉസ്റത്ത് കൊള്ള ചേർത്തപ്പെട്ട മഹബത്ത്, സ്നേഹം. ബിളമ്മിൽ ഐനി വൈസ്കാനി ദാലി. ബനി ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ ഐനിന് ലമ്മാണ്, ദാലിന് സുക്കൂനുമാണ്. വഹിയ ഖബീലത്തു മിനൽ അറബി. അറബികളിൽപ്പെട്ട ഒരു കബീലയാണ് ഈ ബനി ഉസ്റത്ത്. യുഫ്ളി ബിഹിമുൽ ഇഷ്ഖു ഇല തലഫി. അവരെ കൊണ്ട് ഈ പ്രേമം കൂട്ടും നശിക്കൽ കൊള്ള. അവരൊരാളെ പ്രേമിക്കാൻ തുടങ്ങിയാൽ ആത്മാർത്ഥമായി സ്നേഹിക്കും. ആ സ്നേഹം കാരണം അവരങ്ങോട്ട് മരിക്കും. വസുഇല ബഅ്ദുഹും, ഈ കബീലയിലെ ചില ആളുകളോട് ചോദിക്കപ്പെട്ടു, അൻദാലിക, എന്താ ഇങ്ങനെ ഒരു സ്നേഹം? അപ്പോൾ അജാബ, അപ്പോൾ അവർ മറുപടി പറഞ്ഞത്, ബി അന്ന ഫീ ഖുലൂബിന ഖിഫത്തൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു നൈർമല്യമുണ്ട്. മനസ്സ് വളരെ നൈർമല്യമുള്ള മനസ്സാണ്. വഫീ നിസായിന ഇഫത്തൻ, ഞങ്ങളെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചാരിത്ര ശുദ്ധിയുള്ളവരാണ്. അവരങ്ങനെ പെട്ടെന്ന് പ്രേമത്തിൽ വീണ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടൂല. അപ്പം അതുകൊണ്ട് പ്രേമിച്ച് അങ്ങോട്ട് മരിക്കും ഞങ്ങളെ കബീലയിലുള്ള ഒരാള്. ഇതാണ് അൽ ഉംദ 130 കൊടുത്ത വിശദീകരണം. അൽ ഹവൽ മൻസൂബില ബനി ഉസ്റത്ത വഹും കബീലത്തും മഷ്ഹൂറത്തും ബിൽ യമൻ. യമനിലെ അറിയപ്പെട്ട ഒരു കബീലയാണ്. യുഅദ്ദി ബിഹിമുൽ ഇഷ്ഖു ഇലൽ മൗത്തി. അവരെ കൊണ്ട് ഈ സ്നേഹം മരണം കൊള്ള കൂട്ടും. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് അവർ. കാരണം സിദ്ഖിഹിം ഫിൽ ഹുബ്ബി, ഹുബിൻ്റെ വിഷയത്തിൽ അവർ അത്രയും സത്യസന്ധന്മാരാണ്. വരിഖത്തി ഖുലൂബിഹിം, അവരുടെ ഹൃദയമാണെങ്കിൽ വളരെ മൃദുലത ഉള്ളതുമാണ്. മൻ അശിഖ മിന്നും മാത ഫീ ഇഷ്ഖിഹിന, അവരിൽ നിന്ന് ഒരാൾ ഒരു സ്ത്രീയെ സ്നേഹിച്ചാൽ ആ ഇഷ്കിലായിട്ടാണ് മരിക്കുക അവന് എന്നാണ്. അത്രയും ആത്മാർത്ഥമായ സ്നേഹമാണ്. വൽ മഖ്സൂദു മിനൻ നിസ്ബത്തി, ഇവിടെ ഈ ബനി ഉസ്റത്തിലേക്ക് നിസ്ബ ചെയ്തിട്ടുള്ള അത് കൊണ്ടുള്ള ഉദ്ദേശം അത്തശ്ബീഹു, അവരോട് സദൃശമാക്കലാണ്. ഫൽ മുറാദു അന്ന ഹവാഹു മുഷബ്ബഹും ലി ഹവാ ബനി ഉസ്റത്ത, ഇവൻ്റെ ഈ ആഷിഖിൻ്റെ ഇഷ്ക് അത് ബനി ഉസ്റത്തിൻ്റെ ഇഷ്കിനോട് സദൃശമാക്കപ്പെട്ടതാണ്. അപ്പോൾ ആ നിലക്കാണ് ബനി ഉസ്റത്തിലേക്ക് ചേർത്തിയിട്ട് ഹവനെ പറഞ്ഞത്, ഇഷ്കിനെ പറഞ്ഞത്. മുഫ്രിത്തായ ഹുബ് എന്നാണല്ലോ അതിനെ പറഞ്ഞത്. ബാജൂരി പേജ് 8, അസ്സുഹുറു വൽ ഉദ്ദത്തു പേജ് 20, അതുപോലെ തന്നെ അഖീദത്തു ശുഹദയുടെ 63-ാമത്തെ പേജിലും അവിടെ കാണാം, ഖബീലത്തുൻ ഫിൽ യമനി മഷ്ഹൂറത്തുൻ ബി കസറത്തിൽ ഇഷ്ഖി, ഇഷ്ക് അധികരിക്കൽ കൊണ്ട് അറിയപ്പെട്ടവരാണ് അവർ. മഅറൂഫത്തുൻ ബി വഫറത്തിൽ ഷൗഖി, പൂർണ്ണമായ സ്നേഹം കൊണ്ട് അറിയപ്പെട്ടവരുമാണ്. വ കസീറു സുബ്ബാനിഹിം യമൂത്തു ബി ഹാദദ്ദായി, അവരിലെ ധാരാളം ചെറുപ്പക്കാർ ഈ ഒരു രോഗം കൊണ്ടാണ് മരിക്കൽ. ലി അദമി ബിജുദാനിഹിം ദവാ അലി മർദിഹിം, അവരുടെ ഈ രോഗത്തിന് മരുന്ന് അവരെത്തിച്ചിട്ടില്ല. ലി അന്ന ഫീ ഖുലൂബി റിജാലിഹിം, കാരണം അവരുടെ പുരുഷന്മാരുടെ ഹൃദയങ്ങളിലുണ്ട് ലഅഫൻ, വളരെ ശേഷി കുറവുണ്ട്. ലൈസ ഫീഹിം റിസ്സുൻ വലാ ദനാഅത്തുൻ വഫീ നിസാഇഹിം ഇഫ്ഫത്തൻ ലൈസ ഫീഹിന്ന ഫുഹ്ഷുൻ വലാ ഖബാസത്തുൻ, അവരുടെ സ്ത്രീകളിൽ ഇവരിൽ ഈ പുരുഷന്മാരിൽ വഞ്ചനയോ അതല്ലെങ്കിൽ ഒരു താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനമോ ഒന്നും ഇല്ല. അവർ സ്നേഹിക്കുന്നുവെങ്കിൽ പോലും അതിൻ്റെ പേരിൽ മോശമായതൊന്നും ചെയ്യാറില്ല. സ്ത്രീകളെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇഫ്ഫത്തുണ്ട് എന്ന് പറഞ്ഞാൽ ലൈസ ഫീഹിന്ന ഫുഹ്ഷുൻ വലാ ഖബാസത്തുൻ, അവരിൽ വേണ്ടാത്തരമായ വ്യഭിചാരമോ വൃത്തികേടുകളോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു
നല്ല ജനതയാണ്, അവരിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് ഈ ഹവയെ, ഈ മുഫരിത്തായ ഹുബിനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അസീദത്തു ശുഹദ 63. മഅ്ദിറത്തിനെ പറ്റി പറഞ്ഞു. തർക്കീബ് അത് കളയപ്പെട്ട മുഖദ്ദറായ ഒരു ഫീല് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മസ്തറാണ്. ഐ അഅ്തദിറു മഅ്ദിറത്തൻ, ഞാനൊരു ഉദ്റിനെ ഉദ്ർ പറയുന്നു. വയസിഹു ഖിറാഅത്തുഹു ബിർറഫ്ഇ, മഅ്ദിറത്തുൻ എന്ന് റഫ് കൊണ്ടും അതിനെ ഓതാം. അലാനഹു മുബ്തദഉൻ, അത് മൂത്തയാണ്. തർക്കീബ് ഖബറുഹു ഖൗലുഹു മിന്നി ഇലൈക, അതിൻ്റെ ഖബർ മിന്നി ഇലൈക എന്ന ഖൗലാണ്. ഐ സാദിറത്തും മിന്നി ഇലൈക എന്നർത്ഥം. എൻ്റെ മഅ്ദിറത്താവുന്നത് എന്നിൽ നിന്ന് നിന്നെ കൊള്ള ഉണ്ടായതാണ്. ഇനി വഅലാനഹു ഖബറുൻ മുബ്തദഉ മഅ്ദൂഫുൻ, ഈ മഅ്ദിറത്ത് ഖബറാക്കിയിട്ട് മൂത്ത കളയപ്പെട്ടതാക്കുക. അപ്പോൾ വതഖ്ദീറു ഹാദിഹി മഅ്ദിറത്തുൻ, ഇത് ഒരു ഉദ്ർ ബോധിപ്പിക്കലാണ്, എൻ്റെ പക്കൽ നിന്ന് നിന്നെ കൊള്ള. ഹാദിഹി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇഷാറത്തിൻ്റെ മുഷാറുൻ ഇലൈഹി വതകൂനുൽ ഇഷാറത്തു റാജിഅത്തൻ ലിഖൗലി സാബിഖൻ സറാ തൈഫു മൻ അഹ്വാ ഫറഖനി എന്ന് പറഞ്ഞ ആ പറഞ്ഞോടത്തുള്ളതാണ് മുഷാറുൻ ഇലൈഹി. ബാജൂരി പേജ് 9. വലൗ അൻസഫ്ത ലം തലുമി, ലൗ ഇവിടെ ഇംതിനാഇയായ ലൗ ആണ്. അൻസഫ്ത ഐ അദൽത, നീ നീതി പുലർത്തിയിരുന്നുവെങ്കിൽ, ലം തലും ഐ ലം തുഅന്നിഫ് ഫിൽ ഹവ അഹദൻ അബദ, നീ ഈ ഇഷ്ടത്തിൻ്റെ വിഷയത്തിൽ ഒരാളെയും ഒരിക്കലും നീ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുമായിരുന്നില്ല. ലി ഇൽമിക ബി അന്നഹു ലൈസ ഇഖ്തിയാരിയൻ, അത് ഇഖ്തിയാരിയല്ല എന്ന് നിനക്കറിയാം. ഒരു ഇഷ്ടാനുസരണം ഉണ്ടാകുന്ന ഒരു വിഷയമല്ല അത്. ലി അന്നഹു മർളുൻ യസൂഖുഹുല്ലാഹു ലിൽ അബ്ദാനി, ഈ ഇഷ്ടം എന്ന് പറയുന്നതും അതൊരു രോഗമാണ്, അള്ളാഹു അതിനെ ശരീരങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുവരും. കസാരിൽ അംറാദി, മറ്റു രോഗങ്ങളെ പോലെ തന്നെ. അൽ-ഉംദ 131. അപ്പോൾ ഇൻസാഫ് എന്ന് പറഞ്ഞാൽ നീതി എന്നാണ്. ലൗ അലിംത ലമാ ഹജൗതനി ബിൽ മലാമി എന്നാണ്. നീ നീതി പുലർത്തിയിരുന്നുവെങ്കിൽ ഈ ആക്ഷേപം കൊണ്ട് എന്നെ നീ പരിഹസിക്കുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ ലൗ ഇംതിനാഇയായ ലൗ ആയിട്ടാണ്. ലം തലും, ലം ജാസിമാണ്. തലും എന്നുള്ളത് ഫിഅ്ലു ജഹദാണ്. പിന്നെ മലാമത്ത് നിന്ന് പോകുന്നതാണ് തലും എന്നുള്ളത്. ലം തലുമി, യാ ഉൽ മുത്തക്കല്ലിമി മഫ്ഊലുഹു, മുത്തക്കല്ലിമിൻ്റെ യാ അതിൻ്റെ മഫ്ഊലാണ്. തലുമി എന്നർത്ഥം. തംഫിൽ മലാമത്ത അന്നി എന്ന അർത്ഥത്തിൽ. അസീദത്തു ശുഹദ 65. അദത്ക എന്നുള്ളത് ഫിഇലാണ്. ക എന്നുള്ളത് മഫ്ഊല് മുഖദ്ദമാണ്. ഹാലി എന്ന് പറയുന്നത് ഫായിലുൻ മുഅഖറാണ്, വിധിക്കപ്പെട്ട ഫായിൽ. പിന്നെ മുത്തകല്ലിമിൻ്റെ യാ മുളാഫിൻ ഇലൈഹിയാണ്. ലാ ഹർഫ് നഫിയാണ്. സിദ്ദി ബി കസ്രി സീനിൽ മുഹമ്മലത്തി ഇസ്മുല്ല. അൽ ആമിലത്തി അമല ലൈസ, ലൈസൻ്റെ അമൽ ചെയ്യണ ആ ലായാണത്. ആ ലാൻ്റെ ഇസ്മാണ് ലാ സിദ്ദി എന്നുള്ളത്. മുളാഫിനില യായിൽ മുത്തക്കല്ലിമിൻ്റെ യാ ഉള്ള ഇളാവ് ചെയ്യപ്പെട്ടതാണ്. ഈ മുസ്തത്തിരിൻ എന്നുള്ളത് ഖബറുഹ, ലാൻ്റെ ഖബറാണ്. ഈ മൗളിഇ നസ്ബിൻ്റെ മഹല്ലിലുമാണത്. അനിൽ മുഷാത്തി എന്നുള്ളത് വാവിന് വമ്മ കൊണ്ടാണ്. അന്ന് ജാറാണ്, ഉഷാത്തി മജ്റൂറാണ്. മുത്തഅല്ലിഖും ബി മുസ്തത്തിറാണ്, അന്നിന് മുത്തഅല്ലിഖ്. വലാ
എന്നുള്ള നാഫിയത്താണ്. ദാഇ ഇസ്മുഹ, ദാഇ എന്നുള്ളത് അതിന്റെ ഇസ്മാണ്. ബി മുൻഹസിമിൻ എന്നുള്ളത് ഖബറുഹ, ആ ലാന്റെ ഖബറുമാണ്. ഇതാണ് അതിന്റെ തർക്കീബ്. അദത്തുക്ക എന്നുള്ളതിന് ഒരർത്ഥം ജാവസത്തുക്ക, ജാവസത്തുക്ക എന്നാണ്. ഇവിടെ മഫ്ഊല് മുഖദ്ദമാണ് എന്ന് പറഞ്ഞു കാഫിനെ സംബന്ധിച്ച്. അത് അഷേഖ് ഖാലിദുൽ അസ്ഹരി എന്നവർ ആ നിലക്കാണ് തർക്കീബ് പറഞ്ഞിട്ടുള്ളത്. ഈ അദത്തുക്ക എന്ന് പറയുന്ന കാഫ് ഹുവ ഖീല ഹുവ മിനൽ ഹദ്ഫി വൽ ഈസാൽ, ഹദ്ഫ് ഈസാലിൽ പെട്ടതാണ് ഇത് എന്നൊരു അഭിപ്രായമുണ്ട്. ഹദ്ഫ് ഈസാൽ എന്ന് പറഞ്ഞാൽ ഹദ്ഫു ഹർഫിൽ ജർരി, ജറിന്റെ ഹർഫിനാണ് കളയുക. എന്നിട്ട് ഈസാലു മുതഅല്ലിഖിഹി, മുതഅല്ലിഖിഹി ജറിന്റെ ഹർഫിന്റെ മുതഅല്ലിഖിനെ, അതിന്റെ മജ്റൂറിനെ ചേർത്ത ഇലൽ, അതിന്റെ മുതഅല്ലിഖിനെ ചേർത്ത മജ്റൂർ കൊള്ളാൻ. മുതഅല്ലിഖ് എന്ന് പറഞ്ഞാൽ അദത്ത് എന്ന് പറഞ്ഞതിന് ആ മജ്റൂറിലേക്ക് ചേർത്ത, മുതഅല്ലിഖിനെ ചേർത്ത മജ്റൂർ കൊള്ളാൻ, അതാണ് ഈസാലു ഹദ്ഫ് എന്ന് പറഞ്ഞാൽ. അപ്പോ അദത്ത് അൻക എന്ന അവിടെ ഉണ്ടായിരുന്നത്, അന്നിനെ കളഞ്ഞിട്ട് പിന്നെ ക എന്ന മജ്റൂറിനെ അന്നിന്റെ മുതഅല്ലിഖായ അദത്തിലേക്ക് ചേർത്ത്. ഹാലി എന്ന് പറഞ്ഞാൽ ബി ഫത്ഹിൽ യാഇ ഹാലിയ, അദത്തുക്ക ഹാലിയ ലാ സിദ്ദി, യാക്ക് ഫത്തുകൊണ്ടാണ് അവിടെ വായിക്കുക. ഹൈഅത്തി എന്നാണ്. വൽ ഹാലി യുദക്കറു വ യുഅന്നസു, ഹാലി എന്നുള്ളതിന് മുദക്കറും മുഅന്നസായിട്ടും ഉപയോഗിക്കും. വൽ അഫ്സഹു തൈനീസു മഅനാഹ, അഫ്സഹ് ഉള്ളത് അതിന്റെ മഅനയെ മുഅന്നസാക്കലാണ്. അപ്പോൾ ഏതായാലും മുഅന്നസാണ് എന്നുള്ള നിലക്ക് അദത്ത് എന്നുള്ളൊരു തൈനീസിന്റെ തായിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദത്തുക്ക ഹാലി, എൻ്റെ അവസ്ഥ നിനക്ക് എത്തട്ടെ, നിനക്ക് വിട്ടുകടക്കട്ടെ എന്ന് ഇവിടെ ഈ ജുംല ദുആഇയായ ഒരു ജുംലയാണ്. ഈ ഒരു അർത്ഥം വെക്കുമ്പോൾ ജാവസത്തുക്ക ഹാലി എന്നൊക്കെ വെക്കുമ്പോൾ അവിടെ ജുംല ദുആഇയത്താണ്. എൻ്റെ അവസ്ഥ നിന്നിലേക്ക് വിട്ടുകടക്കട്ടെ, നിനക്ക് എത്തട്ടെ. ഇനി അവിടെ തഅദ്ദത്ത് ഇലൈക ഐ വസലത്ത് ഇലൈക എന്ന ആ നിലക്ക് അദത്തിന് തഫ്സീർ കൊടുത്താൽ, കമാ ഖാലഹു ബഅദു ശാരിഹീന, ചില ശാരിഹീങ്ങൾ അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അൽ ഉംദയിൽ ഇബ്നു ഹജർ തങ്ങൾ കൊടുത്തത് ഐ തഅദ്ദത്ത് ഇലൈക വഅസാബത്തുക അയ്യുഹൽ ലായിമു എന്നാണ്. നിന്നിലേക്ക് ചേരട്ടെ, നിനക്ക് എത്തട്ടെ ഈ ആക്ഷേപിക്കുന്നവനെ, ഹാലി എൻ്റെ അവസ്ഥ, മാനഫി മീൻ മദാരിൽ ഇഷ്ക്, ഇഷ്കിൻ്റെ പ്രയാസം, മസാഹിബിൽ ഹവ ആ ഇഷ്ടത്തിൻ്റെ മുസീബത്തുകൾ, ഇതൊക്കെയാണ് എന്നിൽ അകപ്പെട്ട വിഷയം, അത് നിനക്കും എത്തട്ടെ എന്ന ആ അർത്ഥം. അപ്പോ അവിടെ അവർക്ക് എതിരെ ദുആ ചെയ്യുന്ന ഒരു രീതിയിലാണ് അതുള്ളത് എന്നാണ് വാജൂരി 9-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഖാനൽ ഖസ്തു അദ്ദുആ അലൈഹി ലാ ലഹു, അവർക്ക് അനുകൂലമായിട്ടല്ല എതിരായിട്ട് ദ്വാരക്കാണ് ആക്ഷേപിക്കുന്നവന് എന്ന് പറഞ്ഞാൽ, എതിരായിട്ട് ദ്വാരക്കുമ്പോഴും എൻ്റെ മഹബത്തും എനിക്ക് മഹബത്തും ഉണ്ടാകുന്ന വിഷമങ്ങളും, അത് ആരോടാണോ മഹബത്ത് അത് നിനക്കുണ്ടാകട്ടെ എന്ന് എതിരെ ദ്വാരുന്നാലും അവനക്ക് അനുകൂലമായിട്ട് അത് ഭവിക്കുള്ളൂ എന്നർത്ഥം. ലാ സിർരി ബി മുസ്തതിരിൻ അനിൽ ഉഷാത്തി,
ലാ സിരി എൻ്റെ രഹസ്യം അല്ല, ഐ അംരിയൽ ഖഫിയ് എൻ്റെ ആ ഖഫിയായ കാര്യം, അല്ലതി യംബഗി കത്മുഹു എങ്ങനെയുള്ള ഖഫിയായ കാര്യമാണ്, അത് മറച്ചുവെക്കൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള എൻ്റെ ആ മറഞ്ഞ കാര്യമല്ല. അറാദ ബിഹിൽ ഇഷ്ക ഈ സിറ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്, നാദിം ഉദ്ദേശിച്ചത് ഇഷ്കിനെയാണ്, നാദിമിനുള്ള ആ പ്രേമത്തെ, അനുരാഗത്തെ. ആ അനുരാഗം ആകുന്ന എൻ്റെ ആ മറഞ്ഞ കാര്യം അതെല്ലാം ബി മുസ്തത്തിരിൻ ഐ മുഖ്തഫിൻ മറഞ്ഞതല്ല, അനിൽ ഉഷാത്തി സിദ്ധി എന്നുള്ളതിന്റെ തർക്കീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ലാന്റെ ഇസ്മാണ്. മുസ്തത്തിരിൻ എന്ന് പറഞ്ഞ ലാന്റെ ഖബറാണ്. പിന്നെ ലാ ലൈസന്റെ അമൽ ചെയ്യുന്ന ലായാണ് ഇത്. അനിൽ ഉഷാത്തി, ഉഷാത്ത് എന്ന് പറഞ്ഞാൽ ജംഉ വാഷിൻ, വാഷിൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഉഷാത്ത്. കറാമിൻ, റുമാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ. വഹും അൽ ഹസദത്തുൽ കദബത്തു, ഉഷാത്ത് കൊണ്ട് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് ഹസദത്ത്, കദബത്ത്, അസ്യാലുക്കളും കളവ് പറയുന്നവരുമായ ആളുകൾ, അതാണ് ഉഷാത്തിന്റെ ഉദ്ദേശം. വയസ്അൗന ബിൽ ഫസാദി, അവര് ഫസാദ് കൊണ്ട് നടക്കുന്നവരാണ്. ഖസ്തൻ ലി തഫ്രീഖ് ബൈനൽ അഹ്ബാബി, ഈ ഇഷ്ട ജനങ്ങളുടെ, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പിന് ഉദ്ദേശിച്ച് ഫസാദ് കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ ഉഷാത്ത് എന്ന് പറയുന്ന വിഭാഗം. കളവും അസൂയയും. വഫായിദത്തു ഹാദൽ ബൈത്തി വമാ ബഅദഹു യാ ലാഇമി ഫിൽ ഹവൽ ഉദ്രി മഅദിറത്തൻ മിന്നി ഇലൈക വലോ അൻസബ്ത ലം തലുമി അദത്ക ഹാലിയ ലാ സിദ്ദി ബി മുസ്തത്തിരിൻ അനിൽ ഉഷാത്തി വലാ ദാഇ ബി മുൻഹസിമി എന്ന ഈ രണ്ടു ബൈത്ത്, ഇതാണ് ഈ ബൈത്തിൻ്റെയും ശേഷമുള്ള ബൈത്തിൻ്റെയും കൂടി ഫായിദ എന്ന് പറഞ്ഞാൽ ഉള്ള ബൈത്തുകൊണ്ട് ഉദ്ദേശം. അന്നക്കൈദ റഅയ്ത മുങ്കറൻ, നീ ഒരു മുങ്കറായ കാര്യം കണ്ടു, ശർഇൽ നിഷിദ്ധമായ ഒരു കാര്യം. വലം തഖ്ദുർ അലാ ഇസാലത്തിഹി, എന്നാൽ ആ മുങ്കറായ കാര്യത്തെ നീക്കം ചെയ്യാൻ നിനക്ക് കഴിയുന്നുമില്ല. എങ്കിൽ ഫക്തുബുഹുമ, ഈ രണ്ട് ബൈത്തിനെ നീ എഴുതണം. ഫി വറഖത്തിൻ, ഒരു കടലാസിൽ. ബിസ്സുഫറാനിൻ, കുങ്കുമം കൊണ്ട്. വ മിസ്കിൻ, കസ്തൂരി കൊണ്ടും. വ മാഇ വർദിൻ, പനനീര് വെള്ളം കൊണ്ടും. ഇതെല്ലാം കൂട്ടി കലർത്തിക്കൊണ്ടാണ് എഴുതേണ്ടത്. വയക്കൂനു തഫ്സീലുൽ വറഖത്തി ദായിറത്തൻ, ഈ ഏടിന്റെ രൂപം അത് വട്ടത്തിൽ ആവുക. സുമ്മ ജഅൽഹാ ബൈന ഐനൈക തഅത്തൽ ഇമാമത്തി, പിന്നെ അതിനെ തലകെട്ടിന്റെ താഴെ നിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിലാക്കുക. ഫതഖ്വ അലാ ഇസാലത്തിഹി ബിഇദ്നില്ലാഹി തആല, അപ്പോൾ നിനക്ക് അള്ളാഹു തആല അതിന്റെ വേണ്ടത് കൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ നീ ശക്തിയുള്ളവനായി മാറും. വൈദാറത്തൻ തഖ്ഹറ നഫ്സക അലാ ഇഖാമത്തി ശആയിരിദ്ദീനി, ദീനിന്റെ അടയാളങ്ങളെ ഇവിടെ നിലനിർത്തലിന്റെ മേൽ നിന്റെ നഫ്സിനെ ഒതുക്കണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിനെ ഏതെങ്കിലും വിധേന ഇവിടെ നടപ്പിലാക്കണം എന്ന ആ ഒരു നില നിനക്കുണ്ടെങ്കിൽ, വാദിബ് അലാ ഖിറാഅത്തിഹിമാ ഖൽഫ കുല്ലി സ്വലാത്തിൻ, ഈ രണ്ട് ബൈത്തിനെ എല്ലാ നമസ്കാരത്തിൻ്റെയും ഉടനെ പാരായണം ചെയ്യലിന്റെ മേൽ നീ പതിവാഹിക്കോ. എങ്കിൽ ദീനിന്റെ ആ ചിഹ്നങ്ങളെ ഇവിടെ നിലനിർത്താൻ നിനക്ക് സാധിക്കും. ബാജൂരി, പേജ് 9. വദാലിക,
ഈ എൻ്റെ ഈ ഇഷ്ടാവുന്ന ആ മറച്ചു വെക്കേണ്ട വിഷയമാണെങ്കിലും അത് മറഞ്ഞതല്ല. ഈ അസൂയാലുക്കളെ തൊട്ടും കളവ് പരത്തുന്നവരെ തൊട്ടൊന്നും മറഞ്ഞതല്ല. കാരണം ദാലിക്കല്ലി വുജൂദിൽ അലാമാത്തിൽ കസീറത്തിൽ ദാലത്തി അലാ ഹാലിഹി, ഈ ആശിഖിന്റെ അവസ്ഥയുടെ മേൽ അറിയിക്കുന്ന ധാരാളമായ അടയാളങ്ങൾ ഇവിടെയുണ്ട്. മിൻ ഇൻതിസാജി ദംഇ ബിദ്ദമി, കണ്ണുനീര് രക്തവുമായി കൂടി കലർന്നുകൊണ്ടാണ് ഒലിക്കുന്നത്. വസുഫ്രത്തിൽ ലൗനി, നിറം, മുഖത്തിന്റെ നിറമൊക്കെ മഞ്ഞ നിറമായിട്ടുണ്ട്. വനുഹൂലിൽ ബദനി, ശരീരം മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. കസറത്തിൽ അനീനി, ധാരാളമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തേങ്ങിക്കരച്ചിലാണ്. വസ്സഹിരി, ഉറക്കമൊഴിക്കുകയാണ്. ഇതെല്ലാം ഉണ്ട്. വഗൈരി ദാലിക മിൻ അമാറാത്തിൽ ഇഷ്ഖി വ ദലായിലിൽ ഹവ, അനുരാഗത്തിന്റെ പ്രേമത്തിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ഇതുപോലെ ധാരാളമുണ്ട്. അതുകൊണ്ട് എനിക്കുള്ള ആ മഹബൂബിനോടുള്ള മഹബത്തും ഇഷ്കും അത് മറഞ്ഞ കാര്യമൊന്നുമല്ല, ഉഷാത്തിനെ തൊട്ടൊന്നും മറഞ്ഞതല്ല. അതുപോലെ തന്നെ വലാ ദാഇ ഐ മറളി, എൻ്റെ രോഗം, അൽ ഖായിമി ബി, എന്നിൽ നിലകൊള്ളുന്ന രോഗമുണ്ടല്ലോ, അതേതാണ്? വഹുവൽ ഇഷ്കു, അനുരാഗം. ഈ അനുരാഗമാവുന്ന എന്നിൽ നിലകൊള്ളുന്ന ആ ഒരു രോഗമല്ല ബി മുൻഹസിമിൻ, അത് മുങ്കത്തി അല്ല. മുൻഹസിമു എന്ന് പറഞ്ഞാൽ ബിൽ ഹാഇൽ മുഹമ്മലത്തായി മുങ്കത്തിഇൻ ലിവദിമിൽ വസ്ലി മിനൽ മഹബൂബി, മഹബൂബിനോട് ചേരാത്തതിന്റെ പേരിൽ അത് മുറിഞ്ഞതല്ല, സ്നേഹം മുറിഞ്ഞിട്ടില്ല. ഫലാ യുർജ സവാലുഹു, അതുകൊണ്ട് ആ സ്നേഹം നീങ്ങിപ്പോകുമെന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടതും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്റേത് എന്നാണ് ഈ ഷാഇർ നാദിമ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അൽ ഉംദ ഫി ശറഹിൽ ബുർദ, പേജ് 132-33. മഹൽതനി, മഹൽതനി എന്നുള്ളത് ഫെയിലും ഫായിലാണ്. നീ എന്നുള്ളത് നൂൻ വിഖായ യാ മുത്തക്കല്ലിം, മഫ്ഊൽ അവലാണ് മഹലിന്റെ. അന്നുസ്ഹ എന്നുള്ളത് മഫ്ഊലുൻ സാനിയാണ്. ലാക്കിൻ എന്നുള്ളത് ഹർഫ് ഇബ്തിദാഇൻ വസ്തിദ്റാക്കിൻ, ഇസ്തിദ്റാക്കിന്റെയും ഇബ്തിദാഇന്റെയും ഹർഫാണ്. ലാക്കിൻ, എങ്കിലും. ലസ്തു ഫിഅ്ൽ നാഖിസ് ളമീർ ഇസ്മാണ് ബിളമി തായ്. ലസ്തു എന്നുള്ളത് ളമീർ വസ്മുഹ ഇസ്മാണ്. അസ്മഉഹു എന്നുള്ളത് ഫിഅ്ലും ഫായിലാണ്, പിന്നെ ഹു എന്നുള്ള മഫ്ഊലാണ്. ജുംല ലൈസന്റെ ഖബറുമാണ്. വൽ ജുംലത്തു ഫി മഹലി നസ്ബിൻ ഖബറ ലൈസ, ലൈസന്റെ ഖബറായിട്ട്. പിന്നെ അപ്പൊ എന്തായി? മഹൽതനി യ മഹൽതനി നുസ്ഹ അഖ്ലസ്തലി അയ്യുഹൽ ലായിമു, ആക്ഷേപിക്കുന്ന മനുഷ്യ, എന്നോട് നീ നിഷ്കളങ്കത പുലർത്തിയിട്ടുണ്ട്. അന്നുസ്ഹ, ഈ ഉപദേശത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഉപദേശത്തിനെ നീ നല്ല ഉദ്ദേശത്തിലാണ് നീ ചെയ്തിട്ടുള്ളത്. അന്നുസ്ഹൻ ശവായിബിൽ ഗയ്യി വ മഖാസിദിൽ ഇറാദി, മഫാസിദിൽ ഇറാദി ഫി ലൗമിക ഇയ്യായ അലൽ ഹവ മിൻ ജിഹത്തി അസ്ബാബിഹി അൽ ഇഖ്തിയാരിയത്തി. അപ്പൊ ഇവിടെ നുസ്ഹ എന്ന് പറഞ്ഞാല് ഇറാദത്തുൽ ഖൈരി ലിൽ ഗൈരി എന്നാണ്, മറ്റൊരാൾക്ക് ഖൈറിനെ ഉദ്ദേശിക്കുക എന്നാണ്. ഐ ജഅൽതലി അൻ നസീഹത്ത, എനിക്ക് നീ ഉപദേശത്തെ ആക്കിയിട്ടുണ്ട്. മഹളൻ ഖാലിസൻ, തനിച്ച ഒരു ഉപദേശമാക്കിയിട്ടുണ്ട്. ബിഹൈതു ലാ യശൂബുഹ ഗർളു മിനൽ അഗ്റാദിൽ ഫാസിദത്തി വൽ ആറാഇൽ കാസിദത്തി, മോശമായ ചിന്തകളോ മോശമായ ആവശ്യങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും അതിനോട് കലർന്നിട്ടില്ലാത്ത നിലക്ക്
നല്ല ഒരു ഉദ്ദേശത്തിലാണ് എന്നെ നീ ഉപദേശിച്ചിട്ടുള്ളത്. ലാക്കിൻ പക്ഷേ, ഈ ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ ദഫ്ഉ തവഹുമിൻ നസാമിനൽ കലാമി സാബിഖായ കലാമിൽ നിന്നും ഉടലെടുത്ത ഒരു തോന്നലിനെ തടയുക എന്നാണ് ഇസ്തിദ്റാക്ക്. അപ്പോൾ ആ മഹൽതനിൻ നുസ്അ എന്ന് പറഞ്ഞപ്പോൾ തവല്ലദ മിന്നു തവഹുമും ബി അന്നക ഹൽ ഇൻതസഹത ബി നുസ്ഹിഹി, തൻ്റെ ഉപദേശം കൊണ്ട് അവൻ അവന് ഒരു നിഷ്കളങ്കമായ ഉദ്ദേശമാണോ ഉണ്ടായത്? ഫദഫഅഹു ഫഖാല ലാകിൻ ലസ്തു അസ്മഉഹു, നീ ഉപദേശിച്ചത് നല്ല ഉപദേശമാണ്, പക്ഷെ ലാകിൻ ലസ്തു, ഞാനത് കേൾക്കണില്ല, സ്വീകരിക്കണില്ല എന്നാണ് ആ പറഞ്ഞത്. എൻ്റെ ഉപദേശത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. ലസ്തു അസ്മഉഹു എന്ന് പറഞ്ഞ സമാഅ ഖബൂലിൻ വ ഇദ്ആനിൻ, സ്വീകാര്യതന്റെ കേൾക്കൽ ഞാൻ കേൾക്കുന്നില്ല. സുമ്മ അല്ലല നഫിയൽ മദ്കൂറ ബിഖൗലി, പിന്നെ മേൽ പറയപ്പെട്ട ആ നഫിക്ക് ഞാൻ എന്തുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നില്ല, അതിന് കാരണമായിട്ട് പറഞ്ഞു, ഇന്നൽ മുഹിബ്ബ അയൽ ആശിഖ, മുഹിബ് ആശിഖ്, അനിൽ ഉസ്സാലി അയൽ ലുവാമി, ഉസ്സാലിനെ തൊട്ട് ആക്ഷേപിക്കുന്നവരെ തൊട്ട് ഫീ സമമിൻ ബധിരതയിലാണ്. ഫലാ യസ്മഉ അദ്ലഹും സമാ ഖബൂൽ, അപ്പൊ അവരുടെ ആക്ഷേപത്തെ ഒരു സ്വീകാര്യതന്റെ കേൾക്കൽ മുബർ കേൾക്കൂല. ലാക്കിൻ ലസ്തു അസ്മഉഹു എന്ന് പറഞ്ഞിടത്ത് നഫി ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്നമാ ഹുവ സമാഉൽ ഖബൂലി, സ്വീകാര്യതന്റെ കേൾവിയെയാണ് ഇവിടെ നഫി ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വഇല്ലാ ഫഖദ് യസ്മഉഹു ബൽ ഖദ് യതലദ്ദദു ബിഹി, അതാണ് ഇവിടെ നഫി ചെയ്യപ്പെട്ടത്. കാരണം അവൻ ചിലപ്പോൾ ഇവൻ പറഞ്ഞത് കേൾക്കും, മാത്രമല്ല ആ പറഞ്ഞത് കൊണ്ട് ഇവനക്ക് ഒരു തലദ്ദുദ്, ഒരു രസവും സുഖവും ഒക്കെ ലഭിച്ചു എന്നും വരാം. അപ്പോൾ തീരെ കേൾക്കൂല എന്ന അർത്ഥത്തിലോ കേട്ടത് കൊണ്ട് ഇവനക്കൊരു ആനന്ദം ഉണ്ടാവില്ല എന്ന അർത്ഥത്തിലോ അല്ല. കേൾക്കും, പക്ഷേ ആ കേൾവി ഒരു സ്വീകാര്യതന്റെ കേൾവി ആവൂല എന്നാണ്. പിന്നെ ഇന്നൽ മുഹിബ്ബ എന്ന് പറയുന്നത് ഒരു ഇല്ലത്തിന്റെ സ്ഥാനത്താണ്, അവിടെ ഇന്നയാണ് വായിക്കേണ്ടത്. അപ്പൊ ഫകഅന്നഹു ഖാല ഇന്നമാ ലം അസ്മഉഹു, അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെയായി ഞാൻ ആ ഉപദേശത്തെ കേൾക്കൂല. ലി അന്നൽ മുഹിബ്ബ, കേൾക്കാത്തതിന്റെ കാരണം മുഹിബ് അനിൽ ഉസ്സാലി ഫി സമമി, അനിൽ ഉസ്സാലി എന്ന് പറഞ്ഞോടത്ത് അവിടെ ഒരു മുലാഫ് തഖ്ദീർ ചെയ്യണം, അൻ നുസ്ഹിഹിം എന്നർത്ഥം. അവരുടെ ഉപദേശത്തെ തൊട്ട് ഫി സമമിൻ, ഉസ്സാലി എന്ന് പറഞ്ഞാൽ ജമ്മു ആദിലാണ്. വഹുവ അല്ലായിമു ഫിൽ ഹുബ്ബി, ഈ ഹുബിന്റെ കാര്യത്തിൽ ആക്ഷേപം നടത്തുന്നവൻ. അപ്പോ മുഹിബ് അവനെ ആക്ഷേപിക്കുന്ന ആളുകളുടെ ഉപദേശത്തിനെ തൊട്ട് ബധിരതയിലാണ്, അത് കേൾക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ഹുബ്ബുക ലിശ്ശൈഇ യുഇമി വയുസിമ്മു എന്നാണ്, അല്ലെങ്കിൽ ഹുബ്ബുക ശൈഅ, ഒരു വസ്തുവിനെ നീ ഇഷ്ടപ്പെടുക എന്നുള്ളത് നിന്നെ കുരുടാക്കും ബധിരനുമാക്കും എന്ന് പറഞ്ഞാൽ ഈ യുഇമീക അല്ലെങ്കിൽ യഅമീക അൻ റുയ്യത്തി ഉയൂബിഹി, മഹബൂബിന്റെ അയ്ബുകളെ കാണലിനെ തൊട്ട് നിന്നെ കുരുടാക്കും. വയസുമ്മുക ആ അൻ സമാഇഹ, മഹബൂബിന്റെ അയ്ബുകളെ കേൾക്കലിനെ തൊട്ട് നിന്നെ ബധിരനുമാക്കും. അതാണ് അതിന്റെ ഉദ്ദേശം. ബാജൂരി പേജ് 10, അസിദത്ത് ഷുഹദ 70. വഹാസിയത്തു ഹാദൽ ബൈത്ത്, നേരത്തെ 2 ബൈത്തിന്റെ ഖാസിയത്തായിട്ടാണ് നമ്മൾ പറഞ്ഞത് ബാജൂരിയിൽ നിന്ന് ഉദ്ധരിച്ച്. ഇവിടെ മഹൽതനിൻ നുസ്ഹ ലാക്കിൻ ലസ്തു അസ്മഉഹു എന്ന ഈ ഒരു ബൈത്തിന്റെ പ്രത്യേകതയായിട്ട്
അസീദത്തു ഷുഹദയിൽ പറയുന്നു അന്നക ഇദാ കുന്ത തഖാഫു മിൻ ശർരി അഹദിൻ, നീ ഏതെങ്കിലും ഒരുത്തൻ്റെ ഷർറിനെ തൊട്ട് ഭയപ്പെടുന്നുവെങ്കിൽ, ഔ മക്കീരിഹി, അതല്ലെങ്കിൽ അവൻ്റെ ചതിയെ തൊട്ട് നീ ഭയപ്പെടുന്നുവെങ്കിൽ, ഫക്തുബ് ഹാദൽ ബൈത്ത, ഈ ബൈത്തിനെ നീ എഴുതിക്കോ, ഫി കാഗദിൻ, ഒരു കടലാസിൽ, വയക്കൂനുൽ കാഗദു ദായിറത്തൻ, ഈ കടലാസ് ഒരു റൗണ്ടിലുള്ളതാകണം, വട്ടത്തിൽ, വജ്അൽഹ അലാ മുഖദ്ദമി റഅസിക, അതിനെ നിന്റെ തലയുടെ മുൻഭാഗത്തിന്റെ മേൽ നീ ആക്കിക്കോ, തഹത്തൽ ഇമാമത്തി, തലകെട്ടിന്റെ താഴെ, ഫഇന്നക തകൂനു ബിഇദ്നില്ലാഹി തആല മഹ്ഫൂദൻ മിൻ ശർരിഹി വ മക്രിഹി, എങ്കിൽ നീ അവന്റെ ഷർറിൽ നിന്നും ചതിയിൽ നിന്നും സുരക്ഷിതനായി തീരും എന്ന് ഈ അസീദത്ത് ഷുഹദയിൽ 70-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒറ്റ ബൈത്തിന്റെ ഖാസിയത്തായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബാജൂരിൽ ഈ മഹൽത്തനി എന്ന ആ ബൈത്തിൻ്റെയും അതിൻ്റെ തൊട്ട് മുമ്പുള്ള യാ ലായിമി അദത്തുക ഹാലിയ ലാ സിദ്ദി ബി മുസ്തത്തിരിൻ എന്ന് പറയുന്ന ആ ബൈത്തിൻ്റെയും, അതുപോലെ യാ ലായിമി എന്ന് പറയുന്ന ആ ബൈത്തിൻ്റെയും ഒരു ഖാസിയത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിലും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അല്ലാഹു അഅലം ബിസ്സവാബ്.